ഹായ് വെൽക്കം ടു ഓപ്പൺ ഔട്ട്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ ചന്ദ്രൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണ്. നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് SSLC എക്സാമിനകത്ത് വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ എക്സാമിനുകൾക്കൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നോക്കുന്നത് 20 പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 20 പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിനകത്ത് നിർബന്ധമായും ഇത് തന്നെ വരണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്കത് എന്ത് ചെയ്യും, ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടപ്പാക്കിയ വർഷം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം 1835 ആണ്. 1835 ആണ്. 1835. അത് ഓർത്ത് വെക്കാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 1835 ആണല്ലോ, 1835 ആണല്ലോ. 35 തല തിരിക്കട്ടെ, ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയാണ്? 53. അപ്പോൾ 53-ലാണ് ഇന്ത്യയിൽ എന്തുണ്ടാക്കിയത്? റെയിൽവേ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ റെയിൽവേ അവർ സ്ഥാപിക്കുന്നത് 1853 ആണ്. അപ്പോൾ 35 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടുന്നു, നമ്മൾ തല തിരിയുന്നു, നമ്മൾ റെയിൽവേ പോകുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെ അതെന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ്? ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ്? ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ജൊനാഥൻ ഡങ്കൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? ജൊനാഥൻ ഡങ്കൻ ആണ്. ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു കോഡ് ഇതാണ്. നിങ്ങൾക്കറിയാം, ഡങ്കൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു വാക്ക് ഡിങ്കൻ എന്നാണ്, അല്ലേ? ഡിങ്കൻ. നിങ്ങൾ നോക്ക്, അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളായിട്ട് ഡിങ്കൻ. ഈ സംസ്കൃതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മറ്റു ലാംഗ്വേജിനെ പോലെയല്ല, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പം അസാധ്യമായിട്ടുള്ള സംസ്കൃതം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്ന ആര്? ഡങ്കൻ. അപ്പോൾ ജൊനാഥൻ ഡങ്കൻ സാൻസ്ക്രിറ്റ് കോളേജ്. അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് കണക്ട് ചെയ്യാം. സംസ്കൃതം അതുപോലെ ഡിങ്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓതർ ഓഫ് ദ വർക്ക് ഓഫ് നീൽ ദർപ്പൻ. നീൽ ദർപ്പൻ്റെ രചയിതാവ് ആര് എന്നുള്ളതാണ്. ഉത്തരം ആരാണ്? ദിനബന്ധു മിത്രയാണ്. ദിനബന്ധു മിത്രയാണ് നീൽ ദർപ്പൻ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്ട്രഗിൾ ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്ട്രഗിൾ ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ചമ്പാരനാണ്. ഉത്തരം ചമ്പാരൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു സാമ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടി ശ്രദ്ധിക്കുക. വിച്ച് ഈസ് ദ ഫസ്റ്റ് നാഷണൽ മൂവ്മെന്റ് ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നടത്തിയ ആദ്യത്തെ ദേശീയ സമരം ഏത്? അതിൻ്റെ ഉത്തരം ഏതാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഓക്കെ, നിങ്ങൾക്കതോടെ അത് ഓർമ്മയിൽ വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദ ഫ്ലാഗ് ബോണസ് ഈസ് റിലേറ്റഡ് ടു വിച്ച് മൂവ്മെന്റ് ഗാന്ധിജി ഡിഡ് ഇൻ ഇന്ത്യ? ഫ്ലാഗ് ബോണസ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ഫ്ലാഗ് ബോണസ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഇതാണ്, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തോളൂ. വിച്ച് വാസ് ദ കോൺഗ്രസ് സെഷൻ ഡിക്ലെയർഡ് പൂർണ്ണ സ്വരാജ് ആസ് ദ അൾട്ടിമേറ്റ് ഗോൾ? അല്ലേ, ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് ഇതുപോലെ അന്തിമ ലക്ഷ്യമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്നാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലാഹോർ ആണ്. ലാഹോർ സമ്മേളനമാണ് കേട്ടോ. ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് ഇതുപോലെ പൂർണ്ണ സ്വരാജ് അവരുടെ അന്തിമ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത്. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഡേ ബി സെലിബ്രേറ്റഡ് ആസ് നാഷണൽ കൺസ്യൂമർ ഡേ? ദേശീയ ഉപഭോക്തൃ ദിനമായി നമ്മൾ ആചരിക്കുന്ന ദിവസം ഏത് എന്നാണ്? ഡിസംബർ 24 ആണ്. ഡിസംബർ 24 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡിസംബർ 24 നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിസംബർ എന്ന് പറഞ്ഞാൽ 12ാമത്തെ മാസമാണ്, അല്ലേ? ഡിസംബർ 12 ആണ്. ഡിസംബർ എത്രയ്ക്കാണ് നമ്മൾക്ക് നാഷണൽ കൺസ്യൂമർ ഡേ? 24. 12ൻ്റെ നേരെ ഇരട്ടിയാണ് ഇത് 24. അപ്പോൾ നിങ്ങൾക്ക് ഡിസംബർ 24, അല്ലേ? ഡിസംബർ എന്ന് പറഞ്ഞാൽ 12, 12ൻ്റെ നേരെ ഇരട്ടി 24. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെ അത് കിട്ടും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ടതില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എയ്ത്ത് ക്വസ്റ്റ്യൻ. The place where Sarojini Naidu led the salt satyagraha during the civil disobedience movement. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്, നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സരോജിനി നായിഡു ഉപ്പു സത്യാഗ്രഹം നടത്തിയ സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം, അല്ലേ? എവിടെ വെച്ചാൽ സരോജിനി നായിഡു നടത്തിയത്? ദരാസനയാണ്. ഉത്തരം എന്താണ്? ദരാസന. എവിടെയാണ്? ഗുജറാത്തിലെ ദരാസനയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇത്രയാണ്. സരോജിനി നായിഡുവിൻ്റെ ചിത്രങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനുണ്ട്. സരോജിനി നായിഡുവിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രായമായൊരു വനിതയാണ്.
അവരിങ്ങനെ ഒരു ചെയറിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ്. ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, അവരുടെ തലമുടി മുൻപിലൊക്കെ നരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, ധരാസന, മലയാളത്തിൽ ധരാസന ഇത് എഴുതുമ്പോൾ അതൊന്ന് ഒന്ന് തിരിച്ചിട്ട് ഞങ്ങൾക്ക് അറിയാം, മറച്ചിട്ട് ഞാൻ എന്തായി മാറി, അത് ന്യായമായി മാറി. ധരാസന, നരാസന, നര എന്നായി. അപ്പോൾ സരോജിനി നായിഡു എന്ന് പറയുമ്പം നരച്ച മുടി നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. നര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതും വരണം, ധരാസന എന്ന് വരണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കണക്ട് ചെയ്യാം. ഇതിനൊന്നും ബൈഹാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഞാനും ഇങ്ങനെ ബൈഹാർഡ് ചെയ്തിട്ടല്ല ഇതൊന്നും പഠിച്ചത്. അടുത്ത് നോക്കാം, ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ INA സ്ഥാപകൻ ആര്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ, ഉത്തരം ആരാണ്? രാഷ് ബിഹാരി ബോസ് ആണ്. രാഷ് ബിഹാരി ബോസ്. നിങ്ങൾ നോക്കിയോ, രാഷ് ബിഹാരി ബോസിനെ നമുക്ക് RB ബോസ് എന്ന് എഴുതാം, ഷോർട്ടാക്കി RB ബോസ് എന്ന് എഴുതുകയാണ്. RB, നിങ്ങൾ നോക്കിയോ, RB. അതുപോലെ തന്നെ എന്താ അദ്ദേഹത്തിൻ്റെ സ്ഥാപിച്ചതെന്നാണ്? ഇന്ത്യൻ നാഷണൽ ആർമി. കണ്ടല്ലോ, കണക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുമ്പം RB ബോസ്, ആർമി, കണ്ടല്ലോ, അതിലൊരു സാമ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഇത് കണക്ട് ചെയ്താൽ വെക്കും. നിങ്ങൾ നോക്ക്, ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് കേട്ടോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഹു പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, അല്ലേ? അതായത് ഫസ്റ്റ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ് പ്രസിദ്ധീകരിച്ചത്? ഫസ്റ്റ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലിയാണ്. നിങ്ങൾക്ക് അത് ഒരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഞാനൊരു സിമ്പിൾ കോഡ് പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങളുടെ ബെഞ്ചിനകത്ത്, നിങ്ങളുടെ ക്ലാസ് റൂമിനകത്തുള്ള ബെഞ്ചിനകത്ത് നിങ്ങൾ ബെഞ്ചിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ കാണുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ളതാണ്. ഫസ്റ്റ് ഇംഗ്ലീഷ് വാക്കുകളാണ് കൂടുതൽ കാണുന്നത്, അതിനുശേഷം മാത്രമേ കുറച്ച് മലയാളത്തിലുള്ള വാക്കുകൾ കാണുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇംഗ്ലീഷ് മലയാളം, ഫസ്റ്റ് ഇംഗ്ലീഷ്, അതിൻ്റെ മലയാളം വാക്ക്, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ബെഞ്ചിൻ്റെ മുകളിൽ, അല്ലേ? ബെഞ്ചമിൻ ബെയ്ലി, കണ്ടല്ലോ? അങ്ങനെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി, അല്ലേ? ഹു ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഹു ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി, ഉത്തരം ആരാണ്? അഗസ്റ്റേ കോംറ്റെ. അത് ഓർത്ത് വെക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്സ് ഞാൻ പറയാം. ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക ഫാദർ ഓഫ് അവർ നാഷൻ ആരാണ്? ഗാന്ധിജിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക പെട്ടെന്ന്, അല്ലേ? എൻ്റെ മനസ്സിലേക്ക് ഫാദർ ഓഫ് സോഷ്യോളജി വരുമ്പോൾ ഫാദർ ഓഫ് നാഷൻ എന്നാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഗാന്ധിജി വരും. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡം മൂവ്മെൻ്റ് ആണ്. നമ്മുടെ ഈ ഫ്രീഡം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പറയുന്ന ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്നാണ്? സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷമാണ്? 1947 ഓഗസ്റ്റ് 15. ഓഗസ്റ്റ്, കണ്ടല്ലോ, ഓഗസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഫാദർ ഓഫ് നാഷൻ ഗാന്ധിജിയെ കണക്ട് ചെയ്യുമ്പം ഓഗസ്റ്റ് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് എന്ത് കിട്ടും? അഗസ്റ്റേ കോംറ്റെ കിട്ടും. ഓക്കെ, അഗസ്റ്റേ കോംറ്റെ, ഫാദർ ഓഫ് സോഷ്യോളജി അഗസ്റ്റേ കോംറ്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ, what is the name of the method of study in sociology which conduct in-depth study about the different social problems and phenomena in the society, അല്ലേ? സമൂഹത്തിലെ വ്യത്യസ്തവും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിഭാസങ്ങളെക്കുറിച്ചും വളരെ ആഴത്തിൽ പഠിക്കുന്ന പഠനശാഖ, സമൂഹശാസ്ത്രത്തിലെ പഠനശാഖ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? കേസ് സ്റ്റഡിയാണ്. ഉത്തരം ഏതാണ്? കേസ് സ്റ്റഡി. ഓർത്ത് വെച്ചോളെ, കേസ് സ്റ്റഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇയർ ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് GST in India. ഇന്ത്യയിൽ GST നടപ്പിലാക്കിയ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? ഏത് വർഷമാണ് GST നടപ്പിലാക്കിയത്? 2017 ജൂലൈ 1 കേട്ടോ. 2017 ജൂലൈ 1, 2017 ജൂലൈ 1 എന്ത് ചെയ്യുന്നത്? GST നടപ്പിലാക്കിയത്. ഇനി ഇതും നിങ്ങൾക്കറിയാം, ഇതിലും നിങ്ങൾക്ക് ഇതിലൊരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. GST എന്ന് പറയുമ്പോൾ G എന്ന് പറയുന്ന ലെറ്റർ നോക്കിയാൽ മതി. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 7ാമത്തെ ലെറ്ററാണ് ഇത് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ജൂലൈയിലാണല്ലോ ഇത് സംഭവം നടന്നത്. ജൂലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കുക, ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ ഈ 7ാമത്തെ മാസമാണ് ഇത് ജൂലൈ. ഇത് നടന്നിട്ടുള്ള ഏത് വർഷത്തിലാണ്? 2017, 2017. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 7ന്റെ കളിയിലാണ്. G എന്ന് പറയുന്ന Gയിൽ 7 ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ജൂലൈ എന്ന് പറഞ്ഞാൽ 7ാം മാസമാണ്. അതുപോലെ തന്നെ ഏതാണ്ട് ഇത് നടന്നിട്ടുള്ളത് 2017. എല്ലാത്തിനും ഒരു 7 ഉണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെ നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടും. അങ്ങനെ ഓർത്ത് വെക്കാവുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the physiographic division is known as the granary of India, അല്ലേ? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര, ദ ഗ്രാനറി ഓഫ് ഇന്ത്യ, അല്ലെ? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ആണ്. ഉത്തരമഹാസമതലമാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ, ആനമുടി ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ പെനിൻസുലർ പ്ലാറ്റൂ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്, അല്ലേ? ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ
ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഉത്തരം കേരളത്തിൽ എവിടെയാണ്? ഇടുക്കിയിലാണ്. ഉത്തരം ഇടുക്കിയാണ്. ആൻസർ ഇടുക്കിയാണ് ആൻസർ. ഇനി നിങ്ങൾ ആലോചിച്ചോട്ടോ, ഇതിലൊരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ആനമുടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാനൊരു കോഡാണ് പറയുന്നത്. ആന എന്ന് പറയുമ്പോൾ വലിയ ഒരു ജീവിയാണല്ലോ. അപ്പോൾ വലിയ മുടിയൊക്കെ ഉള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു മിടുക്കിയാണ് അല്ലേ? മിടുക്കിയാണ്. അപ്പോൾ നല്ല മുടിയൊക്കെ ഉള്ള ആൾ മിടുക്കിയാണ് എന്നൊന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആനമുടി, മിടുക്കി അല്ലെങ്കിൽ ഇടുക്കി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, ഞാൻ പറയുന്ന കോഡുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഹിസ്റ്ററിക്കകത്തൊക്കെയുള്ള വർഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചു വെച്ചത് ഇത്തരത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇത് നല്ലൊരു മെത്തേഡായി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 16th ക്വസ്റ്റ്യൻ. വിച്ച് അഗ്രികൾച്ചർ ക്രോപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഫൈബർ? അല്ലേ, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? ഉത്തരം കോട്ടൺ ആണ്. കോട്ടൺ അല്ലെങ്കിൽ പരുത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17th ക്വസ്റ്റ്യൻ. എ സിറ്റി നോൺ ആസ് കോട്ടണോപോളിസ് ഇൻ ഇന്ത്യ? അല്ലേ, ഇന്ത്യയിൽ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം? ഉത്തരം നിങ്ങൾക്കറിയാം ഏതാണ്? മുംബൈയാണ് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, 18th ക്വസ്റ്റ്യൻ. വിച്ച് സോയിൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റബ്ബർ കൾട്ടിവേഷൻ? അല്ലേ, അതായത് നിങ്ങൾക്കറിയാം ഈ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ്. ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇത്രയും അതിൻ്റെ ഒരു കോഡ് ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ഈ റബ്ബർ എന്നൊക്കെ പറഞ്ഞാൽ റബ്ബർ ഷീറ്റൊക്കെ നിങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മതി, ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്, പ്രത്യേക ഒരു നാറ്റം അല്ലേ? ആ നാറ്റം നേരുന്ന നേരങ്ങൾ നോക്കിയോ. നാറ്റം ഏതാ? ഈ മണ്ണിൻ്റെ പേരെന്താ? ലാറ്ററൈറ്റ് അല്ലേ? ടാൻ്റെ ഒരു കളിയുണ്ട് അല്ലേ? അപ്പോൾ നാറ്റം, ലാറ്ററൈറ്റ്. ഓക്കെ, അപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞാൽ ഒരു നാറ്റുണ്ട്. ആ നാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൈറ്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതവിടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് റോഡ് ഈസ് ഫൗണ്ട് മോർ ദാൻ 80% ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ 80% കാണപ്പെടുന്ന റോഡുകൾ ഏത് എന്നാണ്? ഉത്തരം എന്താണ്? വില്ലേജ് റോഡുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോഡുകൾ വില്ലേജ് റോഡ്സ് അല്ലെങ്കിൽ ഗ്രാമീണ റോഡുകൾ. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്? അല്ലേ, ഈ ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ഉത്തരം കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ കവരത്തി. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപാണല്ലോ. ദ്വീപ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്താണ്? മീനാണ്. മീനിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മീൻ എന്ന് പറഞ്ഞാൽ മത്തിയാണ്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ? ലക്ഷദ്വീപ് പോയി കഴിഞ്ഞാൽ കവർ നിറച്ചും മത്തി നമുക്ക് തരാം. കവർ നിറച്ചും മത്തി അല്ലെങ്കിൽ കവരത്തി. ഓക്കെ, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഈ രീതിയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതും ഓർത്ത് വെക്കാം. അപ്പോൾ കുട്ടികളെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എൻ്റെ കോഡിലൂടെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നന്നായി എക്സാം എഴുതുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ നിർബന്ധമായും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റുകൾ നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളുടെ കമൻറ്റാണ് ഞങ്ങളുടെ ആവേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം. ബൈ.